ടു ഹോളി സ്പിരിറ്റ്. വീണ്ടും വരുന്നതിനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു തിരുവചനവാക്യം ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളോടൊപ്പം ചിന്തിക്കുവാൻ കർത്താവ് നൽകിയ നല്ല അവസരത്തിനായി ഒരിക്കൽ കൂടി ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കിപ്പോൾ ആ വചനം ശ്രവിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു, എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഈ വചനങ്ങളാൽ ഇന്ന് പ്രഭാതത്തിൽ ഇത് ശ്രവിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ കർത്താവ് അനുഗ്രഹിക്കട്ടെ. വളരെ ശ്രേഷ്ഠകരമായ ഒരു ദൈവവചനം അവിടെ പറയുന്നു. വളരെ ശ്രദ്ധിക്കേണ്ടതായ ആ വചനം വളരെ മനസ്സിലാക്കി വായിക്കുമ്പോൾ അതിൻ്റെ റേമ നിങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടും. ഒരുവൻ അവനിൽ വസിക്കണം, യേശുവിൽ വസിക്കണം, എങ്കിൽ മാത്രമേ അവൻ വസിക്കുന്നവനായിരിക്കുന്ന നാം ഓരോരുത്തർക്കും ഫലം കായ്ക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. കാരണം യേശു കർത്താവാണ് മുന്തിരിവള്ളി. ആ മുന്തിരിവള്ളിയുടെ കൊമ്പുകളായിരിക്കുന്ന നാം ഓരോരുത്തരും ആ മുന്തിരിവള്ളിയോട് ചേർന്നിരുന്നാൽ മാത്രമേ നമ്മൾക്ക് വളരെയധികം ഫലം കായ്ക്കുവാനായിട്ട് കഴിയും. എന്നെ കേൾക്കുന്നത് പ്രിയ ദൈവമക്കളെ, നമ്മൾ ചെത്തിവെടിപ്പാക്കേണ്ട മേഖലകൾ ചെത്തിവെടിപ്പാക്കി അവനിലോട്ട് ചെന്ന് അവനുമായി ചേർന്നിരുന്നാൽ മാത്രമേ നമ്മുടെ ജീവിതം ദൈവം ആഗ്രഹിക്കുന്ന ആ അധികാരത്തിലോട്ട് നമുക്ക് പ്രവേശിക്കുവാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഇന്ന് പകൽ ഈ പ്രഭാതത്തിൽ ഇത് കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഈ വചനത്തെ അധികമായി ദൈവത്തിൻ്റെ ഇരുന്ന് ധ്യാനിക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.